അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമേ തന്നെ ദൃശ്യം 3യെ പറ്റിയുള്ള പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഏകദേശം ചിലപ്പോൾ ഡിസംബറിലേക്ക് ഈ ചിത്രം റിലീസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഏകദേശം ശരിവെക്കുന്ന കാര്യമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ലാലേട്ടൻ തന്നെയാണ് പുറത്ത് വിട്ടത്. ഒക്ടോബറിൽ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. മിക്കവാറും ഡിസംബറിലേക്ക് ചിത്രം കാണാൻ സാധ്യതയില്ല. ജനുവരി 2026 ചിത്രം റിലീസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എനിക്ക് എൻ്റെ കണക്കൂട്ടനുസരിച്ച് ഏകദേശം ഏപ്രിൽ മാസം വെക്കേഷൻ സമയത്ത് തന്നെ ആയിരിക്കാം ഈ ചിത്രം തിയേറ്ററിലെത്താൻ പോകുന്നത്. കഴിഞ്ഞ വിഷുക്കാലത്ത് നമ്മളെ തുടരും എമ്പുരാനും ഒക്കെ തകർത്തോടിയെങ്കിൽ 2026 ദൃശ്യം 3 ആയിരിക്കാം തോടാൻ പോകുന്നത് എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളായിട്ട് പല അഭിമുഖങ്ങളും മലയാള സിനിമയിലും തന്നെയല്ല ഇന്ത്യൻ സിനിമയിലും അതുപോലെ തന്നെ വിദേശ മാർക്കറ്റിലെല്ലാം ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ദൃശ്യം 3 ഹിന്ദിയിൽ ആദ്യമേ ഇറങ്ങാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നതിന് ശേഷം മലയാളത്തിൻ്റെ ദൃശ്യം 3 ആണോ ഹിന്ദി ദൃശ്യം 3 ആണോ ആദ്യമേ ഇറങ്ങുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ ആലോചിച്ചിരിക്കുന്നത്. അപ്പം മലയാളത്തിലെ ദൃശ്യം 3ക്ക് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഹിന്ദി പിന്നെ ഇറങ്ങിയതിന് ശേഷം ഹിന്ദിക്കാർ പറയുന്നത് ദൃശ്യം അവരുടേതാണ് എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ്. ഏകദേശം 100 കോടിക്ക് മുകളിൽ ദൃശ്യം 2 ഹിന്ദി സിനിമയിൽ കളക്ട് ചെയ്തു. അതുപോലെ അജയ് ദേവ്ഗണിൻ്റെ കരിയർ ഒരു തകർച്ചയിൽ നിന്നപ്പോഴാണ് ദൃശ്യം 2 റിലീസ് ചെയ്യുന്നത്. അങ്ങനെ അജയ് ദേവ്ഗൺ ഒരു വൻ വിജയം നേടിയ ചിത്രമാണ്. അങ്ങനെ ദൃശ്യം 2 എന്ന് പറയുന്നത് മലയാളികളുടെ സ്വത്തല്ല, അത് ഹിന്ദിക്കാരുടെ സ്വത്താണ് എന്ന് അവർ കൈയടക്കി വെച്ചേക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും മലയാളത്തിൻ്റെ സ്വകാര്യ അംഗീകാരമായ ദൃശ്യം 3 വീണ്ടും ജിത്തു അതിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. മോഹൻലാൽ തന്നെ അത് പുറത്തു വിട്ടു. ഏകദേശം ഒക്ടോബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. റിലീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തു വന്ന ആശീർവാദം തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പം ദൃശ്യം 3ക്ക് വേണ്ടി കാത്തിരിക്കാം. ഒരു കൊമ്പൻ ഹിറ്റായി മാറട്ടെ ദൃശ്യം 3 എന്നുള്ളത്. കാരണം അത്ര വലിയ ഹൈപ്പാണ്. എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. ഇപ്പം വലുതാണ്, മാർക്കറ്റ് വിപുലമാണ്. കാരണം കൊറിയ, ചൈന എല്ലാ ഭാഷയിലും ഇത് റീമേക്ക് ചെയ്ത ചിത്രമാണ്. അപ്പോൾ എവിടെയും മാർക്കറ്റുള്ള ചിത്രം തന്നെയാണ് മലയാളത്തിൻ്റെ ദൃശ്യം 3. അത് എല്ലാ പ്രദേശങ്ങളിലും തന്നെ റിലീസ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് JFK എന്ന സുരേഷ് ഗോപിയുടെ 1.5 കൊല്ലത്തിന് ശേഷം ഇറങ്ങുന്ന ചിത്രമാണ്. അതിൻ്റെ റിലീസ് ജൂൺ 27 നിശ്ചയിച്ചിരുന്നത്. സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും ഒത്തിരി നാളിന് ശേഷമാണ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്, നമ്മുടെ പ്രേമം സ്റ്റൈൽ. അപ്പോൾ അനുപമയുടെയൊക്കെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കും. സുരേഷ് ഗോപി തന്നെ 1.5 കൊല്ലമായി സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം തിയേറ്ററിൽ വന്നിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ചിത്രമാണ് JFK. എല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമായിരുന്നു JFK. ഇതിൻ്റെ റിലീസിംഗ് തീയതി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിന് പ്രധാനമായിട്ട് JFK എന്ന് വെച്ചാൽ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ടൈറ്റിലാണ്. അതാണ് JFK എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ജാനകി എന്ന പേരാണ് സെൻസർ ബോർഡ് അത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ്. റിലീസിങ് തടഞ്ഞു വെച്ചു സെൻസർ ബോർഡ് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിന് പ്രശ്നം ജാനകി എന്നുള്ള പേരാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംവിധായകൻ തന്നെയാണ് ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പം JFKയുടെ റിലീസ് എന്ന് കാണും എന്നുള്ളത് നമുക്ക് ഇപ്പം വ്യക്തമല്ല. ഈ പേര് മാറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും ജൂൺ 27 ചിത്രം റിലീസ് ആയില്ല എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി ജൂലൈയിലോ ഓണം പ്രമാണിച്ചോ ചിത്രം റിലീസിന് വേണ്ടി നീട്ടിവെച്ചേക്കാം എന്ന് തോന്നുന്നു. അപ്പം സുരേഷ് ഗോപിയുടെ വളരെ നാളിന് ശേഷമുള്ള ഒരു ചിത്രവും കാണാനുള്ള മോഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള സംഗതി തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പം
അങ്ങനെ സിനിമ സംബന്ധമായ പല വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.